ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ള ഒരെണ്ണമാണ് ബോൺസ് ഓഫ് ദ ഫേസ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ബോൺസ് ഓഫ് സ്കൾ ആൻഡ് തൊറാസിക് കേജ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് ബോൺസ് ഓഫ് ദ ഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ഫേഷ്യൽ ബോൺസ് പ്രധാനമായിട്ടും 14 എണ്ണമാണ് ഉള്ളത്. ഇതില് മാൻഡിബിൾ അല്ലെങ്കിൽ ലോവർ ജോ എന്ന് പറയുന്നത് ഒഴിച്ച് ബാക്കി എല്ലാം യുണൈറ്റ് ചെയ്തിരിക്കുന്നത് സ്യൂച്ചേഴ്സ് വഴിയിട്ടാണ്. ആൻഡ് അതെല്ലാം ഇമ്മൂവബിൾ ആണ്, മൂവ് ചെയ്യാൻ പറ്റുന്നതല്ല. മൂവ് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരെണ്ണേ ഉള്ളൂ, അത് നമ്മുടെ മാൻഡിബിൾ അല്ലെങ്കിൽ ലോവർ ജോ ആണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഫേഷ്യൽ ബോൺസ് എന്നുള്ളത് നോക്കാം. ഇതില് ഫസ്റ്റ് നമുക്കുള്ളത് നേസൽ ബോൺസ് ആണ്. ഈ നേസൽ ബോൺസ് ആണ് നമ്മുടെ നോസിന്റെ ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്. മൂക്കിന്റെ പാലവില്ലേ, അത് ഫോം ചെയ്യുന്നത് നമ്മുടെ നേസൽ ബോൺസ് ആണ്. ഇത് നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്, 2 നേസൽ ബോൺസ്. നെക്സ്റ്റ് 2 പലാറ്റിൻ ബോൺസ് ആണുള്ളത്. അതെന്ന് പറയുന്നത് നമ്മുടെ മൗത്തിന്റെ റൂഫും അതുപോലെ തന്നെ നോസിന്റെ ഫ്ലോറും ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം മൗത്തിന്റെ റൂഫും നോസിന്റെ ഫ്ലോറ് ആ ഒരു ഭാഗം ഫോം ചെയ്യുന്നത് പലാറ്റിൻ ബോൺസ് ആണ്. ഇതും നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ലാക്രമൽ ബോൺസ് ആണ്. ഇതാണ് നമ്മുടെ ടിയർ ഡക്റ്റ് ഫോം ചെയ്യുന്നത്. കണ്ണുനീർ ഗ്രന്ഥി ഉണ്ടല്ലോ, ആ ടിയർ ഡക്റ്റ് ഫോം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ലാക്രമൽ ബോൺസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ആംഗിൾ ഓഫ് ദ ഐയില് ഓർബിറ്റ്, കണ്ണിന്റെ ഓർബിറ്റിന്റെ ഒരു പാർട്ട് കൂടിയാണ് ഈ ഒരു ലാക്രമൽ ബോൺസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കണ്ണിലുള്ള ഫ്ലൂയിഡ് നമ്മുടെ നേസൽ ക്യാവിറ്റിയിലേക്ക് ക്യാരി ചെയ്യുന്നത് ഈ ഒരു ലാക്രമൽ ബോൺസ് വഴിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഐസും നോസും ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത് ഈ ഒരു ലാക്രമൽ ബോൺസ് വഴിയിട്ടാണ്. ടിയർ ഡക്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാക്രമൽ ബോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ആംഗിൾ ഓഫ് ഐയില് ഓർബിറ്റിന്റെ പാർട്ട് കൂടിയാണിത്. നമ്മുടെ കണ്ണിൽ നിന്നുള്ള ഫ്ലൂയിഡിനെ നമ്മുടെ നേസൽ ക്യാവിറ്റിയിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഈ ഒരു ലാക്രമൽ ബോൺസ് ആണ്. ഇത് 2 എണ്ണമാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് 2 സൈഗോമാറ്റിക് ബോൺസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചീക്ക് ബോൺസ്, കവിളിലുള്ള ബോൺസ് ഫോം ചെയ്യുന്നത് നമ്മുടെ സൈഗോമാറ്റിക് ബോൺസ് ആണ്. അപ്പം ഈ ഒരു സൈഗോമാറ്റിക് ബോൺസിലെ ചില പ്രോസസ്സ് കാണപ്പെടുന്നുണ്ട്. ഈ പ്രോസസ്സ് നമ്മുടെ ടെമ്പറൽ ബോണിലുള്ള സൈഗോമാറ്റിക് പ്രോസസ്സുമായിട്ട് യുണൈറ്റ് ചെയ്യും. എന്നിട്ട് സൈഗോമാറ്റിക് ആർച്ച് ഫോം ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ടെമ്പറൽ ബോണിലാണ് സൈഗോമാറ്റിക് പ്രോസസ്സ് കാണപ്പെടുന്നത്. അപ്പം നമ്മുടെ ഈ സൈഗോമാറ്റിക് ബോൺസിൽ നിന്നുള്ള ചില പ്രോസസ്സ് ടെമ്പറൽ ബോണിലുള്ള സൈഗോമാറ്റിക് പ്രോസസ്സുമായിട്ട് യുണൈറ്റ് ചെയ്ത് അവിടെ സൈഗോമാറ്റിക് ആർച്ച് ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 1 വോമർ. ഇറ്റ് ഫോംസ് ദ ലോവർ പാർട്ട് ഓഫ് ദ ബോണി പാർട്ടീഷൻ ഇൻ ദ നോസ്. നമ്മുടെ മൂക്കിന്റെ താഴെ ഭാഗത്ത് ലോവർ പാർട്ടിൽ 2 പാർട്ടീഷൻ വരുന്നുണ്ടല്ലോ, ഓക്കെ, ബോണി പാർട്ടീഷൻ വരുന്നുണ്ട്. ആ ഭാഗം ഫോം ചെയ്യുന്നത് വോമർ ആണ്. നോക്കുക, വോമർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതാണ് നമ്മുടെ നോസിന്റെ താഴെയുള്ള ആ ഒരു പാർട്ടീഷൻ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ഇൻഫീരിയർ ടർബിനേറ്റ് ബോൺസ് ആർ ദ ലാർജർ പെയർ ഓഫ് 3 പ്രൊജക്ഷൻസ്. ഒരു 3 പ്രൊജക്ഷന്റെ പെയർ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. നമ്മൾ ഇതിനെ നേസൽ കോങ്കേ എന്നും അറിയപ്പെടാറുണ്ട്. ഇത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സില ഉണ്ടല്ലോ, മാക്സിലയുടെ ലാറ്ററൽ വോളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇൻഫീരിയർ ടർബിനേറ്റ് ബോൺസ് കാണപ്പെടുന്നത്. ഓക്കെ, മാക്സിലയുടെ ലാറ്ററൽ വോളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതും 2 എണ്ണമാണ് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 മാക്സില ഉണ്ട്. മാക്സില എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ജോ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പർ ടീത്ത് എല്ലാം കാണപ്പെടുന്നത് ഈ ഒരു മാക്സിലയിലാണ്. ഓക്കെ, ഇനി മാക്സിലയുടെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ബോഡിക്കകത്ത് ഒരു വലിയ ക്യാവിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ എന്ത് പറയും? മാക്സിലറി സൈനസ് അല്ലെങ്കിൽ ആൻഡ്രം ഓഫ് ഹൈമോർ എന്ന് പറയും. അത് നമ്മൾ എയർ സൈനസ് പഠിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിലറി സൈനസിന്റെ കാര്യം. ഇത് നമ്മുടെ നേസൽ ക്യാവിറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സില നമുക്ക് 2 എണ്ണമാണുള്ളത്. അപ്പർ ജോ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ അപ്പർ ടീത്ത് കാണപ്പെടുന്നത് ഈ ഒരു മാക്സിലയിലാണ്. ഇതിന്റെ ബോഡിയിലാണ് ഒരു ലാർജ് ക്യാവിറ്റി ഉള്ളത്. അതിനെ നമ്മൾ മാക്സിലറി സൈനസ് അല്ലെങ്കിൽ ആൻഡ്രം ഓഫ് ഹൈമോർ എന്ന് പറയുന്നു. അത് നമ്മുടെ നേസൽ ക്യാവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 1 എന്ന് പറയുന്നത് മാൻഡിബിൾ ആണ്. ഇറ്റ് ഫോംസ് ദ ലോവർ ജോ. നമ്മുടെ കീഴ്ത്താടിയലിന്റെ ഭാഗം ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാൻഡിബിൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ സ്കള്ളിനകത്ത് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോണാണ് ഈ ഒരു മാൻഡിബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇയറോസിക്കിൾസ് മൂവബിൾ ആണ്. അത് കൂടാതെ നമ്മുടെ സ്കള്ളില് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മാൻഡിബിൾ ആണ്. അപ്പം മാൻഡിബിളിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ബോഡി ഉണ്ട്. അതിനകത്താണ് നമ്മുടെ ലോവർ ടീത്ത്, ആ ഒരു ബോഡിയുടെ ഭാഗത്തായിട്ടാണ് ലോവർ ടീത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചിൻ ഫോം ചെയ്യുന്നതും ഈ ഒരു മാൻഡിബിളിന്റെ ബോഡിയിലാണ്. ഇനി രണ്ടാമത്തെ സ്ട്രക്ചർ, ബോഡി കൂടാതെ പിന്നെ ഉള്ള ഒരു സ്ട്രക്ചറാണ് 2 അപ്രൈറ്റ് പോർഷൻസ്.
അതിനെ നമ്മൾ റാമി എന്നാണ് പറയുന്നത്. ഈ റാമസ് രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ജോയുടെ ആംഗിളിൽ വെച്ചിട്ടാണ്. ആംഗിൾ ഓഫ് ദ ജോയിൽ വെച്ച് ഈ രണ്ട് റാമിയും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി മാൻഡിബിൾ എന്ന് പറയുന്നതും ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഫേഷ്യൽ ബോൺസിന്റെ കാര്യത്തില് വോമറും മാൻഡിബിളും ഒഴിച്ച് ബാക്കിയെല്ലാം രണ്ടെണ്ണമാണ് ഉള്ളത്. മാൻഡിബിളും വോമറും ഓരോന്ന് വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതിന് ശേഷം നമുക്ക് ഈ ഒരു പിക്ചർ ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം രണ്ട് നേസൽ ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. നോക്കിക്കേ, ആ ഒരു നോസിന്റെ ബ്രിഡ്ജ്, ആ ഒരു പാലം ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ നേസൽ ബോൺസ് വഴിയിട്ടാണ്. രണ്ടാമത് നമുക്കുള്ളത് പലാറ്റിൻ ബോൺസ് ആണ്. അതും രണ്ടെണ്ണമാണുള്ളത്. ആ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പലാറ്റിൻ ബോൺസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മൗത്തിന്റെ റൂഫും അതുപോലെ തന്നെ നോസിന്റെ ഫ്ലോറും ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് രണ്ട് ലാക്രിമൽ ബോൺസ് ഉണ്ട്. അതാണ് നമ്മുടെ ടിയർ ഡക്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഇന്നർ ആംഗിൾ ഓഫ് ഐയുടെ ഓർബിറ്റിന്റെയും കൂടെ ഭാഗമാണ് ഈ ഒരു ലാക്രിമൽ ബോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആ ഒരു സൈഗോമാറ്റിക് ബോൺ ആണ്. ആ ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് സൈഗോമാറ്റിക് ബോൺസ് ആണുള്ളത്. അതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ചീക്ക് ബോൺസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ വോമർ ആണ്. ആ ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നോസിന്റെ ആ ഒരു താഴത്തെ ബോണി പാർട്ടീഷൻ, ആ പാർട്ടീഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോമർ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഒരെണ്ണമാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ ഇൻഫീരിയർ നേസൽ കോങ്കേ ആണ്. അതൊരു ലൈറ്റ് ഗ്രീൻ കളറിൽ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതും രണ്ടെണ്ണമാണ് ഉള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാക്സിലയുടെ ലാറ്ററൽ വോളിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഇൻഫീരിയർ ടർബിനേറ്റ് അല്ലെങ്കിൽ ഇൻഫീരിയർ നേസൽ കോങ്കേ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ മാക്സിലയാണ്. മാക്സില യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പർ ജോ ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് മാക്സിലയാണ്. അതും രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മാൻഡിബിൾ ആണ്. ആ ഒരു വയലറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലോവർ ജോ ഫോം ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ലോവർ ടീത്ത് ഒക്കെ കാണപ്പെടുന്നുണ്ട്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടാണ് മാൻഡിബിൾ എന്ന് പറയുന്നത്. അതും ഒരെണ്ണമാണ്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വോമറും മാൻഡിബിളും ആണ് ഓരോന്ന് വീതം ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് രണ്ടെണ്ണം വീതമാണ് ഉള്ളത്. അപ്പം ടോട്ടൽ നമുക്ക് 14 ഫേഷ്യൽ ബോൺസ് ആണ് ഉള്ളത്.